ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇപ്പം സമയം ഏകദേശം 12 മണി. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഒരു ഡേ സ്റ്റാർട്ടാവുന്നത് തന്നെ ഈ ഒരു ടൈമിലൊക്കെയാണ്. മാരേജ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞെങ്കിലും ആ ഒരു ഫീൽ വന്നു തുടങ്ങിയത് ഇപ്പോഴാണ്. കാരണം ഇപ്പോഴാണ് ഒരു വീട്ടമ്മ വൈബൊക്കെ വന്നു തുടങ്ങിയത്. നാട്ടിലായിരുന്നപ്പം എല്ലാത്തിനും ആളുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണം. അതുകൊണ്ട് തന്നെ ഐശ്വര്യമായി നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ എഴുന്നേറ്റ ബെഡ് വൃത്തിയാക്കിയിടുന്ന ശീലം ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ആഫ്റ്റർ കോളേജ് വന്നു തുടങ്ങിയൊരു ശീലമാണ് ഇതൊക്കെ. ആ ശീലം എനിക്ക് കിട്ടിയത് ഞാൻ പണ്ടൊരു NCC അടുത്തായിരുന്നു. അവിടുന്ന് കിട്ടിയതാണ് കേട്ടോ. പക്ഷേ ഈ ബെഡ്ഷീറ്റ് വിരിക്കുമ്പം വലിയൊരു കോമഡി എന്താണെന്നറിയോ? നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ ഒരു തല ഇങ്ങോട്ട് വലിക്കുമ്പം മറ്റേ തല ബെഡിൽ നിന്ന് പോവും. അങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കലും മടക്കലും വൃത്തിയാക്കി വെക്കലും ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മളെ വൃത്തിയാക്കാൻ പോണ്ടേ. അതായത് പ്രഭാത കൃത്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യണ്ടേ. ഞാനിങ്ങനെ മൽപ്പിടുത്തം പിടിച്ച് പല്ല് തേക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, എൻ്റെ പല്ല് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ 2 എണ്ണം പറിച്ചതാണ്. പല്ല് ക്ലീൻ ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ അത്രയും വേദന സഹിക്കാനുള്ള ത്രാണി ഇനി എനിക്കില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡെൻ്റൽ കെയർ ഒക്കെ ആവാം അല്ലേ? ഡെൻ്റൽ കെയർ ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ ആയാലോ. സ്കിൻ കെയർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്ലെൻസർ ഉപയോഗിച്ച് നമുക്ക് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്യാം. ഈ ഒരു ക്ലെൻസർ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. എനിക്കിത് അത്യാവശ്യം നന്നായിട്ട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഇതൊരു വൈറ്റനിങ് പ്രൊഡക്റ്റ് അല്ല, വെളുപ്പിക്കൊന്നുമില്ല, അത് ആദ്യമേ പറഞ്ഞേക്കാം. മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സും കുറച്ച് കുരുക്കളൊക്കെ പോകാൻ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് കുറേ പേർക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ വാങ്ങിയതൊന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിയതാണ്. പക്ഷേ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഈ ബ്രഷ് ഇട്ട് വെക്കുന്ന ഈ ഒരു കേസില്ലേ, അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതായത് ഈ ഹോസ്റ്റലേഴ്സിനും പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ നമുക്കിനി ഐശ്വര്യമായി അടുക്കളയിൽ കയറി ഒരു ചായ ഇട്ട് തുടങ്ങാം അല്ലേ? ആദ്യമൊക്കെ ഞാൻ ചായ ഇടുമ്പോൾ അതൊരു ചായ ആയിരുന്നില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് കേട്ടോ. അതായത് കൂടുതൽ വെള്ളം ഒഴിച്ച് കുറച്ച് പാലും ഒഴിച്ച് ഒരു കാടിവെള്ളം പോലത്തെ ചായയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. കുറച്ചൊക്കെ ലാഭം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ഹസ്ബൻഡ് ശീലിപ്പിച്ച ഒരു ശീലമാണ് ഈ 3/4 ഗ്ലാസ് പാലും 1/4 ഗ്ലാസ് വെള്ളവും മാത്രം ഒഴിച്ച് ചായ ഇടുന്ന ശീലം. അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പതച്ച് പൊങ്ങുന്ന ചായ. ഞാൻ കുറച്ച് പൊടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇനി നമുക്ക് നേരെ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ഉച്ചയ്ക്ക് വല്ലതും എണ്ണണ്ടേ? അപ്പോൾ നമുക്ക് നല്ല ചോറും പരിപ്പ് കറി ഉണ്ടാക്കാം. ആദ്യം എൻ്റെ പ്ലാൻ ചെറുപയർ കറി ഉണ്ടാക്കണമെന്നായിരുന്നു. പക്ഷേ ഞാൻ അടുക്കളയിലോട്ട് കയറിയപ്പോഴാണ് എനിക്ക് കത്തിയത്. ഞാൻ ചെറുപയർ വെള്ളത്തിലിടാൻ മറന്നുപോയി. അപ്പം ഞാൻ നേരെ പ്ലാൻ മാറ്റി പരിപ്പ് കറിയാക്കി. ഞാനിവിടെ 1 ഗ്ലാസ് അരിയിട്ടാണ് ചോറ് വെക്കാറ്. ഞങ്ങൾ 2 പേര് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ ധാരാളം മതി ഞങ്ങൾക്ക്. ഏകദേശം 2 നേരത്തേക്ക് ഞങ്ങൾക്ക് ഈ ചോറ് മതി. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കാറ്. ചോറ് വയ്ക്കുമ്പം കുക്കറിൽ വയ്ക്കുമ്പം അത് കുറച്ചുകൂടി വേഗം വേവുമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ചിലപ്പോൾ അത് മട്ടയരി ചോറായതുകൊണ്ടായിരിക്കും. അരി മാറ്റിയൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് ഞാനിങ്ങനെ നിന്ന് തിരിഞ്ഞു കളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കുക്കർ ഇറക്കി വെച്ചിട്ട് വേണം എനിക്കിനി കറി വെക്കാൻ. കാരണം ഇവിടെ ഒരു കുക്കർ മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള പാത്രങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ചായ പെട്ടത്. രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കണമെന്ന് വിചാരിച്ചതാണ് ഞാൻ. എനിക്ക് ഈ ഫുഡ് കഴിക്കുന്ന കാര്യം മറക്കുന്ന അത്രയും മറവി വേറെ ഒരു കാര്യത്തിനുമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഈ വിശപ്പില്ലാത്തൊരു ജീവിയാണ് ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് പോയാൽ കുറച്ചുകൂടി പണി എളുപ്പമാകുന്നതുകൊണ്ട് ഞാൻ അപ്പം തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. ഈ ശീലം എനിക്ക് കിട്ടുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. കിട്ടിയതൊന്നുമല്ല, ഇവിടെ വന്നപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ മാക്സിമം ശ്രമിക്കും. നാട്ടിലായിരുന്നപ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പം നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. മുട്ടയും പൊരിച്ച് പരിപ്പ് കറിയും റെഡിയാക്കി ഞാൻ കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങി. നമ്മളെ ഇത്രയും നന്നായി പരിപ്പ് കറി വെക്കാൻ അറിയുമെന്ന് ഞാനിപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയത് എനിക്ക്. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരു കുളിയും പാസ്സാക്കി. തല കുളിച്ചില്ല, മേൽ കുളിച്ച് നമുക്കിനി നേരെ നമ്മൾ അടുത്ത പണിയിലോട്ട് കിടക്കാം. അടുത്ത പണി എന്ന് പറയുന്നത് സ്ഥിരം പണി തന്നെ, ജോബ് ആപ്ലിക്കേഷൻ. ഇവിടെ ഇപ്പം യുദ്ധം നടക്കുന്നതുകൊണ്ട് തന്നെ അതൊന്നും വലിയ
അപ്ഡേഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നമില്ലെങ്കിലും ഇനി വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ കമ്പനികളൊന്നും നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജോബ് അപ്ലൈ ചെയ്യുന്നത് ഇൻഡീഡിലും ലിങ്ക്ഡിനിലുമാണ്. ഇത് രണ്ടിലും എനിക്ക് പ്രൊഫൈലുണ്ട്. പക്ഷേ ഇതിലൊന്നും അപ്ലൈ ചെയ്തിട്ടും ഇപ്പം കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ ജോബ് അപ്ലൈ ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത് അത്യാവശ്യം എനിക്ക് ആപ്റ്റാവുന്ന ജോബുകൾ ഞാൻ നോക്കി സേവ് ചെയ്ത് വെക്കാറുണ്ട്. സേവ് ചെയ്ത് വെച്ച് അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിച്ച് അത് നോട്ട് ചെയ്ത് വെച്ച് പിന്നെ വന്ന് എനിക്ക് ആപ്റ്റായിട്ടുള്ളതാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാനത് അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ടിക്കും ഇട്ട് വയ്ക്കും. ഇതൊക്കെ ഇവിടെ വന്ന് പ്രൊഡക്റ്റീവ് ആവാൻ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ശീലങ്ങളാണ് കേട്ടോ. ഇതൊന്നും എനിക്ക് പണ്ടില്ലാത്ത ശീലങ്ങളുമാണ്. ഞാൻ പണ്ടൊക്കെ ഭയങ്കര മടിച്ചായിരുന്നു. ഇപ്പോഴും മടിക്ക് വലിയ കുറവൊന്നുമില്ല. എങ്കിലും ജീവിച്ച് പോണ്ടേ എന്ന് വിചാരിച്ച് കുറച്ച് പ്രൊഡക്റ്റീവ് ആവുന്നതാണ്. ഇതൊക്കെ എത്ര കാലം ഇനി മുന്നോട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ സ്വഭാവമല്ലേ, മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. കൊണ്ടുപോകാൻ പറ്റട്ടെ അല്ലേ. മടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. മടി എന്ന് പറയുന്ന സാധനം എൻ്റെ ജീവിതത്തിലെ വില്ലനാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ നമുക്കൊരു റീൽ എടുത്താലോ. കുറേ ആയി ഒരു റീലൊക്കെ എടുത്തിട്ട്. അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് റീലൊക്കെ ചെയ്ത് എനിക്ക് ശീലമുണ്ട്. ശീലം എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, എനിക്കിഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. ഈ ഒരു അപ്ഡേഷനാണ് ഞാൻ നേരത്തെ ലാപ്പ് എടുത്തപ്പോഴും വന്നത്. IMO ഇങ്ങനെ വെറുതെ അപ്ഡേഷനായി മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്ന പാട്ട് കിട്ടി. അത് യൂട്യൂബിൽ വെച്ച് ഫോൺ ക്യാമറയിൽ വീഡിയോ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. റീൽസിൽ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെ യൂട്യൂബിൽ ഞാനൊരു പാട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ആ പാട്ട് എന്ന് പറയുന്നത് മറ്റേ മുന്നാടി പോറപ്പുള്ള ആ പാട്ടില്ലേ. ബാക്കി ലിറിക്സ് എനിക്കറിയില്ല, പാടിത്തരാൻ ആഗ്രഹമില്ല. എന്തിനാണ് നിങ്ങളെ പാടി ഉറപ്പിക്കുന്നത് അല്ലേ. അങ്ങനെ ആ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് എല്ലാവരും ചെയ്തു കഴിഞ്ഞ റീലാണ്. എങ്കിലും എനിക്കത് ചെയ്യണമെന്ന് കണ്ടപ്പോൾ ഒരാഗ്രഹം. അങ്ങനെ ഞാൻ ആ റീലെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അത്യാവശ്യം എൻ്റേതായ രീതിയിലുള്ള പ്രാക്ടീസുകളും മറ്റുമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. ഞാൻ പെർഫെക്റ്റായി റീൽ എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് അറിയില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വൃത്തിക്കെടുക്കാൻ ഞാൻ നോക്കാറുണ്ട്. അങ്ങനെ ആ റീൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 16,000 വ്യൂസ് എബോവ് ഇന്നതിന് കടന്നിട്ടുമുണ്ട്. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണല്ലേ സംഭവിച്ചത് കല്യാണത്തിന് ശേഷം. മൊത്തത്തിലൊരു വീട്ടമ്മ വൈബാണ്, ഒരു തള്ള വൈബ് എന്നൊക്കെ പറയില്ലേ. വയസ്സ് 22 ആയിട്ടുള്ളൂ എങ്കിലും ഒരു തള്ള വൈബാണ് ഗൈസ് എനിക്കിപ്പം. എന്നെ കണ്ടിട്ടും എനിക്ക് ആ ഒരു ഫീൽ തോന്നുന്നുണ്ട്. ഒരു തള്ള ഫീലില്ലേ, എന്താണെന്നറിയില്ല. എങ്കിലും എനിക്ക് തള്ള വൈബൊന്നും ഇല്ല എന്നും പറഞ്ഞ് ആശ്വസിച്ച് ഞാൻ നേരെ എൻ്റെ പ്രാക്ടീസുകളും ഒക്കെ കഴിഞ്ഞ് റീലൊക്കെ എടുത്ത് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തില്ല, കുറച്ച് എഡിറ്റ് ചെയ്തിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാമെന്നും കരുതി നേരെ ഞാൻ ചായ കുടിക്കാൻ വിട്ടപ്പോഴാണ് എനിക്കൊരു അബദ്ധം സംഭവിക്കുന്നത് ഗൈസ്. അബദ്ധം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു അബദ്ധം വേറൊരു മനുഷ്യനും ഈ ലോകത്ത് സംഭവിച്ചു കാണില്ല. ഏത് പോലീസുകാരനും ഒരബദ്ധമൊക്കെ പറ്റാം അല്ലേ. അബദ്ധം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ലിഫ്റ്റിൽ കയറി നമ്പർ മാറിപ്പോയി. അതായത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകേണ്ട ഞാൻ നേരെ പോയത് 4-ാം നമ്പർ ഫ്ലോറിലേക്ക്. എന്നിട്ടും അവിടെ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഞാൻ ചെയ്തത് തെറ്റൊന്നും അല്ലല്ലോ, ഞാൻ കറക്റ്റാണല്ലോ നമ്പർ പ്രസ് ചെയ്തത് എന്നും ആലോചിച്ച് ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കുകയാണ് ഗൈസ്. അപ്പോഴും ഈ പൊട്ടത്തേക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പ്രസ് ചെയ്ത നമ്പർ മാറിപ്പോയി എന്നുള്ളത്. എന്നിട്ട് ഞാൻ അവിടെ ചോദിക്കുകയാണ്, ഇതെന്താ ഇങ്ങനെ, എന്താ നടക്കാത്തേ എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. എന്നിട്ട് പിന്നെയും ഞാൻ ലിഫ്റ്റിൽ കയറി പ്രസ് ചെയ്ത നമ്പർ 1, അതായത് കയറി അതേ ഫ്ലോറിൽ തന്നെ പോയി തിരിച്ചിറങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. അതെൻ്റെ ഭാഗ്യം. ഞാനിപ്പോൾ നേരെ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അവിടെ പോയി ഹസ്ബൻഡിനെയും കൂട്ടി ചായ കുടിക്കണം. എൻ്റെ ഒരു ഗൾഫ് വ്യൂ എന്ന് പറയുന്നത് എന്നും ഈ ഒരു വ്യൂ ആണ്. 1-2 സ്ഥലങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ പോയെങ്കിലും എൻ്റെ ഒരു സ്ഥിരം ഗൾഫ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് ഇവിടെയുള്ള ഗ്രീൻ ടീ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ ചായ കുടിക്കാൻ പോയി. അവിടെ നമ്മുടെ നാട്ടിലെ കളികളൊക്കെ തന്നെയാണ് കിട്ടുക. പിന്നെ നമുക്ക് പഴംപൊരി വിട്ടൊരു കളിയില്ലാത്തതുകൊണ്ട് നമ്മളത് വിടാറില്ല. അങ്ങനെ ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ശുഭം.